നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായിടി? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അർച്ചനെ മുൻവിധിയോടെ കാണരുതെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഈ സമയത്ത് സച്ചി അർച്ചന ഈ വീട്ടിലുണ്ടാവുന്ന്. എന്നിട്ട് എവിടെ? മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്ക്. ഈ വീടിന്റെ മേളിൽ കൂടി പറന്നു പോകുന്ന ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കാണും അവർ രണ്ടുപേരും. ചേച്ചി, എന്റെ പ്ലാനൊക്കെ കറക്റ്റ് ആയിരുന്നു. പാൽ ഗ്ലാസ് റൂമിലെത്തിയ ശേഷം പിന്നെ എന്താ സംഭവിച്ചെന്നും എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ എനിക്ക് നല്ല എത്തും പിടിയും കിട്ടി. ആ പാൽ അവള് കുടിച്ചു കാണില്ല. സച്ചിയെ കുടിക്കാനും സമ്മതിച്ചാണില്ല. അതോ ഈ മയക്കുപിടിയൊക്കെ നമ്മുടെ ദേഹത്തെ കറക്റ്റ് വർക്കൗട്ട് ആവുള്ളോ? രാമുന്റെ കാലത്തെ തന്ത്രമായിട്ട് വന്നിരിക്കുന്നവള്. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോ ചേച്ചി ഈ ഐഡിയ തന്നെയല്ലേ ഉപയോഗിച്ചത്? ഞാൻ ഉപയോഗിച്ചെങ്കില് കറക്റ്റ് സമയത്ത് വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്തു. ഒരു പണിയേറ്റ് അത് ശരിക്ക് ചെയ്യണം, അല്ലാതെ ഓവർ കോൺഫിഡൻസ് കിടന്ന് ഉറങ്ങുകയല്ല വേണ്ടത്. അല്ല, നിന്റെ കയ്യിൽ ആ മയക്കുപൊടി ബാലൻസ് ഉണ്ടോ? എങ്കിൽ ആദ്യം കുറച്ച് എനിക്ക് കലക്കിത്താ, കുറച്ച് നീയും കുടിച്ചു. ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങാലോ. പറ്റിയത് പറ്റി, ഇനി വേറെന്താ വഴിയെന്ന് ആലോചിക്കുക ചേച്ചി. അല്ല, ഇപ്പൊ കൊറേ നാളുകൊണ്ട് എനിക്ക് തന്നെയാണല്ലോ ചിന്ത. അർച്ചന ഏത് വിധേനയും തകർക്കുക, നിന്റെ സന്ദീപിന്റെ വിവാഹം നടത്തുക. ഇത് രണ്ടും നീണ്ടു പോകുന്നല്ലാതെ ഒരു കരയ്ക്ക് അടുക്കുന്നുമില്ല. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എന്റെ സന്ദീപിന്റെ വിവാഹത്തിന് ആകെയുള്ളൊരു തടസ്സം ആ അർച്ചനയാണ്. ഇന്നും നാളെയും ആ അർച്ചന ഇവിടെ ഇല്ല. ഈ തക്കത്തിന് എങ്ങനെയെങ്കിലും അങ്ങളുടെ അനുവാദം വാങ്ങിച്ചെടുത്താലോ? അങ്ങേരൊരു മൗനാനുവാദം തന്നാല് പിന്നെ വേറെ ആരും ഒന്നും പറയില്ല. എന്റെ സന്ദീപിന്റെ വിവാഹം കഴിയുന്നതോടെ അർച്ചന തന്നെ തകർന്നോളും. ഞാനും സന്ദീപിനോട് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഒരു കണക്കിന് അവൾ ഇവിടെ ഇല്ലാത്ത നന്നായി ചേച്ചി. നമ്മള് വേഗം എന്തെങ്കിലും തീരുമാനിച്ചാലും ഓടിയെത്താൻ പറ്റുന്നിടത്തല്ലല്ലോ അർച്ചന ഇപ്പൊ ഉള്ളത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിലെന്താ ഇത്ര ആലോചിക്കാൻ? എന്റെ കാര്യത്തിൽ ചേച്ചിക്ക് ഇപ്പൊ ഒരു താല്പര്യം ഇല്ലെന്നുള്ളതാ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അത് നീ പറഞ്ഞത് ശരിയാ. നിന്റെ കാര്യമെന്നല്ല, മറ്റെല്ലാ കാര്യങ്ങളും എനിക്കിപ്പോ സെക്കൻഡറിയാ. ആദ്യത്തെ കാര്യം മറ്റൊന്നാ, അർച്ചന. അവളുടെ നാശമാണ് ആദ്യം. നാവിന്റെ മൂർച്ചയിലും എന്റെ ചിന്തകൾക്ക് വിപരീതമായി ചിന്തിച്ചും എന്നേക്കാൾ മുകളിൽ സ്ഥാനം പിടിച്ചവളും. ഒരുപാട് ഉയരത്തിലേക്ക് പറന്നു പൊങ്ങുന്ന അവളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തണം എനിക്ക്. നിയന്ത്രണം വിട്ട ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന് പതിക്കണം എന്റെ കാൽച്ചോട്ടിലേക്ക്. തന്നെ തന്റെ ഇഷ്ടത്തെയും വില കുറച്ച് കാണുന്നവനല്ല ഞാൻ. എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ, ഒരു പെണ്ണും. അതൊരിക്കലും താനാവില്ല. തനിക്കെങ്ങനെ ആവാനും കഴിയില്ല. എന്താ സന്ദീപേ നമുക്കിടയിലുള്ള ഇഷ്ടത്തിന് തടസ്സം? എല്ലാരും കൂടി ബ്രെയിൻ വാഷ് ചെയ്ത് സന്ദീപിന്റെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുക. സേതു അങ്കിളുടെ വരെ താല്പര്യമുള്ള നമ്മുടെ ഈ ബന്ധത്തെ ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുക സന്ദീപ്.
എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്നേ ഞാൻ പറയുന്നുള്ളൂ. അർച്ചന ഏട്ടത്തെ ആദരയെ സന്ദീപിന് തരാന്ന് പറയുന്നതാണോ നമ്മുടെ ബന്ധത്തിന് തടസ്സം? അതോ കവടി പലകയിലൂടെ തെളിഞ്ഞ ചേർച്ചയില്ലായ്മയോ? അതോ ആ സന്യാസി വന്ന് ഓരോന്ന് പറഞ്ഞതോ? ഇതിലേതാണെങ്കിലും അനക്കയ്ക്ക് സന്ദീപിനോടുള്ള ഇഷ്ടത്തിന് താഴെ നിൽക്കൂ. എല്ലാം ജാതകവും മുഹൂർത്തം കുറിക്കലും ഒന്നും വേണ്ട, ഒരു ആഡംബരവും വേണ്ട. ഏതെങ്കിലും ഒരു അമ്പലത്തില് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒരു ചരടിന്റെ കഴുത്തി കെട്ടിത്തന്നാ മാത്രം മതി. അത് ഇന്നെങ്കിൽ ഇന്ന്, നാളെ എങ്കിൽ നാളെ. സന്ദീപ് അതിന് സമ്മതിക്കണം പ്ലീസ്. അനക്ക, നീ എന്തൊക്കെയായി പറയുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അതൊക്കെ. അതെന്താ നീ ഇനിയും തിരിച്ചറിയാതെ പോകുന്നത്? നിന്നെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, ഞാൻ ആദ്യം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യവും നിനക്കറിയാവുന്നല്ലേ? പിന്നെ നീ ഇനി എന്തിനാണ് ഈ വിഡ്ഢിവേഷം കിട്ടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ വിഡ്ഢിയാക്കുന്ന സന്ദീപ് തന്നെയല്ലേ? ഇപ്പൊ നോക്കിയാലും ആതിര ആതിര ആതിര. അവന് അനക്കയ്ക്ക് സ്ഥാനമില്ലാത്തടുത്ത് ആതിരയും വേണ്ട. എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. അതില്ലാത്തത് എന്റെ ഇഷ്ടത്തിന് മാത്രം. ആ ഇഷ്ടം മറന്ന് ഞാൻ ഇറങ്ങി തിരിച്ച പിന്നെ ഇങ്ങനെ ആവില്ല അനഘ. ഇനി ആതിരയും ഒത്തുള്ള സന്തുഷ്ട കുടുംബജീവിതമാണ് സന്ദീപിന്റെ മനസ്സിലെങ്കിൽ അതിപ്പോഴേ കളഞ്ഞേക്ക്. കാരണം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരിക്കലും എനിക്ക് സന്ദീപിനെ കിട്ടില്ലെന്ന് അറിയുന്ന നിമിഷം ആതിരയ്ക്ക് ജീവനുണ്ടാവില്ല. അവളെ ഞാൻ കൊല്ലും. ഇതിപ്പോ പറഞ്ഞു ജയിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറയുന്നതല്ല. കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും. നിന്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും ആതിര വരില്ല, അത് ഉറപ്പാ. എങ്കിൽ എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. നീ ആതിരെ കൊല്ലുന്നത് പോയിട്ട് അവളെ നിനക്കൊന്നും തൊടാൻ പോലും പറ്റില്ല. അങ്ങനെ തൊടണമെങ്കിൽ ആദ്യം നീ എന്നെ കൊല്ലണം. അത് കഴിഞ്ഞിട്ടേ മറ്റെന്ത് നിനക്ക് സാധിക്കൂ. ആതിര എന്റെ ഭാര്യയാണ്. അതിന് ഞാൻ അവളെ താലി കെട്ടണമെന്നോ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നൊന്നുമില്ല. ആതിര കഴിഞ്ഞിട്ടേ എനിക്ക് എന്തു ഉള്ളൂ. ആരും. അതുകൊണ്ട് അനക്കിറങ്ങി പോയി മുറിയുന്നു. ഇനി ഒരു നിമിഷം കൂടി ആതിരയോ ഞങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചോ മോശമായി എന്തെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞാ നിന്നെ ഞാൻ തല്ലും. ഇറങ്ങടി പുറത്ത്. ഇറങ്ങി പോവാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.